എനിക്ക് കത്തി വേണം, ആ ടിൻ ടൂണയും വേണം. ഉപ്പൊക്കെ ഉണ്ടാവും നോക്ക്. ഫിഷ് ഫ്രൈഡ് റൈസ് ആദ്യമായിട്ടല്ലേ കഴിക്കുന്നത്? ടൂണ ഫ്രൈഡ് റൈസ്. തമ്പ്രാട്ടി മഴയും പിടിച്ച അവിടെ മീനും ഇല്ല, ഒന്നുമില്ല. ഓ എന്നെ ഇത്രയും ദൂരം നടത്തിക്കാൻ വേണ്ടി. ഇതെന്താ സംഭവം? ഇത് അന്ന് ഓർമ്മയില്ലേ? ഇത് മാളു കഴിച്ചിട്ടില്ല, അമ്മായി കഴിച്ചിട്ടുണ്ട്. ഓർമ്മയില്ലേ പച്ചമീൻ? ഓ പച്ചമീനല്ല, അത് വേവിച്ച മീൻ. തന്നെ അമ്മോ, വേവിച്ച മീനാ. അതെന്താ പിന്നെ വെള്ളത്തിൽ കിടക്കണേ? അതങ്ങനെയാണ്. ടൂണ ഫിഷ് കഴിച്ചോക്ക്. വേവിച്ചതാ എൻ്റെ പൊന്നു മാളു. അത് അമ്മായിക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പച്ചമീനല്ല, വേവിച്ച മീൻ. അതെന്തിങ്ങനെ ഈ പെട്ടിക്കകത്ത് ഇരിക്കണേ? ചേച്ചി ആദ്യം കഴിച്ച് കാണിച്ച. അത് കൊള്ളാം. പിന്നെ സാൽമൺ ഫിഷൊക്കെ പച്ചക്ക് എടുത്ത് തിന്നവളാ അവള്. ചൂര എന്റെ അമ്മായി കഴിക്കണോണ്ട് ഒന്നുമില്ല, കഴിക്ക്. വാ പോലും തുറക്കണ മാളു. വാ തുറന്ന് നീ എന്റെ വായിക്കാതെ വെള്ളം കൂടെ കുടിച്ചോ? എവിടെ പോവാ? വെള്ളം വേണ്ട, ഓയിലാണെങ്കിൽ കഴിക്കാൻ പറ്റും. അന്നത്തെ ഓയിലല്ലേ? അന്നത്തെ ഓയിലായിരുന്നു. അന്നത്തെ ഓയിലും ഉണ്ടായിരുന്നു, വെള്ളത്തിൻ്റെ ഉണ്ടായിരുന്നു. എൻ്റെ മാളു ഇതേ സാലഡാക്കി കഴിക്കാൻ എന്തോ ടേസ്റ്റാന്ന് പറയാം. സാലഡോ? ഇന്ന് എന്ത് വെക്കും നമ്മള്? ആ മീൻ കിട്ടില്ലല്ലോ, പിന്നെന്ത് ചെയ്യും? എന്ത് വെക്കും നമ്മള്? ഇതിന്റെ വേറൊരു ടിന്ന് ഉണ്ടായിരുന്നല്ലോ. എത്ര ടിന്നുണ്ട് ഇത്? ഞാൻ ഓർമ്മ വലുത് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യാം, അത് വെച്ചിട്ട് നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയാലോ? എന്നാ വാ, സമയം കളയണ്ട. അകത്ത് വെച്ച് തന്നെ ചെയ്യാം. മഴ ചിലപ്പോൾ പണി തരും. അത്രയും കഷ്ണം എടുത്ത് ഈ വെള്ളത്തിലിട്ടിട്. അരി കിടന്ന് തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ടങ്ങട് വന്നാലോ? ഓക്കെ. അപ്പം നീ പോയി എടുത്തു വെക്കും. ഞാനേ 2-3 കഷ്ണം അരിഞ്ഞു വെച്ചിട്ട് വരാം. അത്രയും നേരം തീ ഒന്ന് ശരിക്കും പിടിച്ചു വെക്കാം. പോട്ടാ. അമ്മായും വെക്കോ?
അമ്മായി ഓ അമ്മായി ആദ്യമായിട്ട് കാണുന്ന സിനിമ ഏതാ? ഞാൻ ആദ്യമായിട്ട് കണ്ട സിനിമയാണ് ഭാര്യ. അന്ന് എനിക്ക് വയസ്സ് എത്രയെന്നാ? 12. കേൾക്കാൻ വയ്യ. 12 വയസ്സ്. 12 വയസ്സിൽ. എന്നിട്ട് അതിലിങ്ങനെ അവർക്ക് കുറേ ബുദ്ധിമുട്ടും വിഷമവും ഒക്കെ വരുമല്ല. ഇങ്ങനെ വേറൊരു ഭാര്യ നോക്കിയൊക്കെ പോകുമ്പോൾ ഞാൻ 12 വയസ്സിലിരുന്ന് കരയാണ്. അത് കഴിഞ്ഞിട്ടാണോ കല്യാണം? 13 കല്യാണം. കഷ്ടം. അപ്പൊ ആ പ്രായത്തിൽ കല്യാണം കഴിക്കാൻ നേരത്തെ അമ്മായി എനിക്ക് കല്യാണം വേണ്ടാന്നൊന്നും പറഞ്ഞില്ലേ? അന്നും നമ്മളെ ഇത് അഭിപ്രായമൊന്നും ആർക്കും ആവശ്യമില്ല. അമ്മയ്ക്ക് സുഖമില്ലായിരുന്നല്ലോ, അമ്മയ്ക്ക് ക്യാൻസർ ആയിരുന്നു. അപ്പം അമ്മ പെട്ടെന്ന് മരിച്ചു. അങ്ങനെ ഒരു കൊച്ചിനെയൊക്കെ കണ്ട് മരിക്കണമെന്നുള്ള ഇതിലാണ് എൻ്റെ കല്യാണം നടത്തിയത്. അപ്പൊ അമ്മായിയുടെ കുഞ്ഞിനെ കണ്ടിട്ടാണ് അമ്മ മരിച്ചത്? 3 പേരെയും കണ്ട്. എൻ്റെ 3 പേരൊക്കെ കണ്ട? 3 പേരെയും കണ്ടിട്ടാണ് മരിച്ചത്. അപ്പൊ അമ്മായിയുടെ നല്ല ലൈഫ് അല്ല എന്നുള്ളത് അമ്മ അറിഞ്ഞായിരുന്ന? ലാസ്റ്റ് അറിഞ്ഞു. ട്രാജഡിയിൽ അവസാനിപ്പിച്ചു. വാ, മൂട് കളഞ്ഞു. മൂട് പോയി. പോയി. കൊളവാക്കരുത്, നൈസാക്കി അരിഞ്ഞോളാം. ഇത്രയും പോരെ? നല്ല വെളുത്തുള്ളിയുടെ ഫ്ലേവർ വന്നിട്ടില്ലല്ലോ. അല്ല ഇത് എന്താ? അത് നല്ലതായിട്ട് നീ വെളുത്തുള്ളി അരിഞ്ഞ് ഇതുപോലെ അരിഞ്ഞിരുന്നില്ലേ, അതുപോലെ കുനു. ഈ തണ്ട? ആ തണ്ട് ഒരു 5-6 അടി ഇത് വെച്ചിട്ട് അങ്ങ് അടിക്കി. അപ്പോൾ ചതഞ്ഞോളൂ. ചതഞ്ഞിട്ട് ഇത് താഴെ വിട്ടാണ്ട ചെയ്യും. മതി. ഓവറാക്കല്ലേ, മതി. ഈ തണ്ട് ഉൾപ്പെടെ അരിയണം? തണ്ട് ഉൾപ്പെടെ അരിയണം. എന്തോ വന്നിട്ടിയാ? ഓ, രണ്ടും തമിഴാണല്ലേ? 2 നാഗവലി. അതിൻ്റെ ഇടയിൽ ഞാൻ നാഗവലിക്കതേ പൊറിയാത് ഇടയിൽ തെറിയാത്. നിനക്ക് പൊറിയല്ലാണ് ഞാൻ പൊറിയാതത്. ഇത് മാളു അരിഞ്ഞത് കാവേജ്. അതെ, എന്ത് കൊള്ളാല്ലേ? സൂപ്പറാ. ഞാൻ മാളു അല്ല അമ്മായി. ആ ക്യാരറ്റ് ഞാൻ അരിഞ്ഞത്. ഇത് ഞാൻ അരിഞ്ഞത്. എന്റെ പൊന്നെ, ഞാൻ അരിഞ്ഞു വെച്ചാൽ കുറച്ചും കൂടി വേണം എന്ന് പറഞ്ഞതുകൊണ്ട് ബാക്കി അവൾ അരിഞ്ഞു തന്നു എന്ന് മാത്രമേ ഉള്ളൂ അമ്മായി. അല്ല, ചേച്ചി അരിഞ്ഞു വെച്ചത് അതിനെ ഞാൻ രണ്ടായിട്ട്. കൊച്ചിനെ തീരെ ക്ഷീണിപ്പിക്കാതെ നീ പറഞ്ഞേ. ഒന്നാമതേ ഞാൻ ക്ഷീണിച്ച് തരുന്നില്ലേ? അങ്ങനെ എനിക്ക് ആരുടെ ഔദാര്യം വേണ്ട അമ്മായി. വേണ്ടേ? വേണ്ട. മക്കളെ നമുക്ക് പോവാ. എന്നോട് വന്ന് രഹസ്യം പറഞ്ഞേട്ടാ മക്കളെ നമുക്ക് പോവാന്ന്. അല്ല, എന്നോട് വന്ന് രഹസ്യം പറയണ ആളു ഒന്നില്ലെങ്കിൽ അവള് ചെയ്തു തരുന്നില്ലേ? അതേ ചെയ്തു തരുന്നില്ലേ? അയ്യാടി. മാളു, എനിക്ക് കത്തി വേണം, ആ ടിൻ ടൂണയും വേണം. അമ്മ ഇതൊന്ന് മാറ്റി തരുമോ? അകത്തേക്ക്. സ്പൂൺ എടുത്തില്ല, അതാണ് പറ്റിപ്പോയത്. എടുത്തിട്ട് വേണോ? പോ, മടിയുണ്ടോ നിനക്ക്? ഇല്ല. ഞാൻ എടുത്തോളാം. സ്പൂണാണെങ്കിൽ പെട്ടെന്ന് തിരിച്ചത്തില്ലേ? എടുത്തിട്ട് വേട്ടെ? ഇപ്പൊ ഇയാൾക്ക് ഇത് വേവിച്ചു എന്ന് മനസ്സിലായല്ലോ, ഇതിൽ ഇട്ടത് കാണുമ്പോ. എന്താ? വെരി ഗുഡ്, ഗുഡ് ഗേൾ. താങ്ക് യു. അതിന് ഇളക്കണോ? എല്ലാം അറിഞ്ഞറിഞ്ഞ് ചെയ്യുന്നു. ഇതും കൂടി ഇട്ട് ഇളക്കണോ? ഇല്ല, ആദ്യം ഇപ്പൊ അത് മാത്രം. ഇത് പൊട്ടിക്കണോ? പൊട്ടിച്ചോ. പൊട്ടിക്കണം. നീ ഇളക്കുന്ന കൂട്ടത്തിൽ അത് പൊട്ടിക്കോളും. അങ്ങനെയൊക്കെ പൊട്ടും.
ഇത് മാറ്റി വെച്ചോ അമ്മ, ഇതെനിക്ക് ബോറടിക്കുമ്പോൾ തിന്നാനുള്ളതാ. ആ സൂക്ഷിച്ച് വെക്കണേ. പേടിപ്പിച്ചത്. ഇനിയേ രണ്ടുപേർക്കും ഒന്ന് പുറത്തു പോകാൻ, ഈ പുകയിൽ നിന്ന് മോക്ഷം കിട്ടാൻ വേണ്ടി ഞാനൊരു ഐഡിയ ചെയ്തിട്ടുണ്ട്. നമ്മള് ഇത് കഴിച്ചിട്ടേ പോണുള്ളൂ. അല്ല അത് പറ്റില്ല. ഇല്ല അത് പറ്റില്ല, അങ്ങനെ പറ്റില്ല. ഞാനൊരു ഐഡിയ പറയട്ടെ. അതായത് ഈ പുകയിൽ നിന്ന് നിങ്ങൾക്കൊരു മോക്ഷം കിട്ടാൻ വേണ്ടി ഞാനൊരു ദയവ് കാണിക്കുന്നു. എന്താന്ന് വെച്ചാ അമ്മായി പോണം, അമ്മായി പോയിട്ട് മുട്ട എടുത്തോണ്ട് വരണം, മാളു പോണം, മാളു പോയിട്ട് അരി എടുത്തോണ്ട് വരണം. അപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഈ പുകയുടെ ഇടയിൽ നിന്ന് ഉള്ളൊരു മോക്ഷം കിട്ടിയല്ലോ. കുറച്ച് സമയത്തേക്ക് അരിയും രണ്ടും എടുക്കണം, അരി എടുക്കണം മുട്ടയും വേണം. അപ്പൊ അരിയല്ലല്ല, അരിയല്ല ചോറ് വേവിച്ച് വെച്ചത്. 2 സ്റ്റെപ്പായിട്ട് നടക്കാം. ഇത്ര വേണോ? ഇത്രയും വേണം. ഇതാ അവിടെ വെച്ചോ, അവിടെ വെച്ചോ. കഴിച്ചു നോക്കിയേ, ഇത് അരിഞ്ഞതാ, കഴിച്ചു നോക്കിയേ. ഉപ്പൊക്കെ ഉണ്ടാവും നോക്ക്. ഉപ്പൊക്കെ ഉണ്ടല്ലോ, സെറ്റല്ലേ? മാളു ഇത്തിരി ബട്ടറിട്ടെ, സ്വല്പം, ഒരുപാട് വേണ്ട. മുട്ടയിടും. പൊട്ടിച്ച് ഇടുന്നതിന് മുന്നേ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കണം കേട്ടോ, ചിലപ്പോൾ ചീത്തയാണോ ഇല്ലയോ എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയൊക്കെ നോക്കാൻ പറ്റും. പിന്നെ ഇത് ചീത്തയാണോ അല്ലേ? പൊട്ടിക്കുമ്പോൾ അറിയാൻ പറ്റും നമുക്ക്. നല്ലതാ, പൊട്ടിക്കുമ്പോൾ അറിയാൻ പറ്റും. മാളു എത്ര മുട്ട ഇടണം? ഒരു 4 ഒരെണ്ണോടെ. നേരത്തെ കഴിച്ചു നോക്കിയപ്പോൾ ഉപ്പുണ്ടല്ലോ അല്ലേ? ഈ അരി ഒന്ന് അരിയല്ല ചോറൊന്ന് കഴിച്ചു നോക്കിയാൽ അതിൽ ഉപ്പുണ്ടാ നോക്കിയേ. അമ്മായിയുടെ ഉപ്പുണ്ട്. ഉപ്പുണ്ട്. മാളു ഞാൻ മൂസമ്പി അരിയാണോ? ഇതൊക്കെ ഇങ്ങനെ അരിഞ്ഞാ പോരെ? ഇങ്ങനെ അരി മാളു, നീ തിളക്ക്. ഇതിൻ്റെ അകത്ത് ഇടാനാണോ? അല്ല, കഴിക്കാൻ അങ്ങനെ ചെയ്യണേ. എളുപ്പമല്ലേ ഇങ്ങനെ കഴിക്കാൻ. കഴിച്ചോളൂ, കഴിച്ചോളൂ. നല്ല ടേസ്റ്റ്. പിളക്ക് ചേച്ചി. നല്ല ടേസ്റ്റ്, നല്ല അമ്മായി, നല്ല മധുരം. അരികത്തുള്ള ക്യാബേജൊക്കെ ഇട്ടോ അമ്മായി. ഈ ചോറന്നിട്ട് തരോ? ചോറ് ചോറിടാൻ ആ മൊത്തോട്ടല്ല, ഇട്ടോ ഇട്ടോ ഇട്ടോ, കുറച്ചിട്ട് ഇട്ടോ. ഇതാ കുരുമുളക് പൊടി ഒന്ന് വെതറി അമ്മായി. മാളോ സ്പ്രിംഗ് ഓനിയൻ എന്താ? എന്നിട്ട് നിങ്ങൾ പോയി ടേബിൾ സെറ്റ് ചെയ്തോ. ഞാൻ എൻ്റെ കഴിഞ്ഞാ? ആ
ഞെട്ടി. ആദ്യമായിട്ടാ ഇങ്ങനെ ഒരു വിലാസം. അയ്യോ മുളക്. മുളക് എരിവൊന്നും ഇല്ല മാളു. പറയാൻ പറ്റൂല. സോസ് മസ്റ്റ് ഫോർ മീ. ഡു യു വാണ്ട്? നീ ഒഴുക്കി, ഞാൻ ടേസ്റ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ സോസ്. എനിക്ക് ചില്ലി സോസാണ് കൂടുതൽ ഇഷ്ടം. എരിവ് പച്ചക്കൊക്കെ തിന്നണോ? പച്ചക്കല്ല, എരിവ് ചില്ലി സോസ്. ഇഷ്ടപ്പെട്ടോ? അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ട്. മോഷിച്ചിട്ടില്ല കുട്ടിക്ക്. ആ മീനൊന്ന് അടുപ്പത്ത് കിടന്ന് വേവെന്ന് കണ്ടപ്പോഴാണ് ശ്വാസം നേരെ വീണത്. എന്നാലും അപ്പൊ നിങ്ങൾക്കൊന്നും എന്നോട് തീരെ വിശ്വാസമില്ല അല്ലേ? അപ്പോ വിശ്വാസം ഉണ്ടെങ്കിൽ നിന്നെ മാത്രമേ ഉള്ളൂ. എന്ത് മഴ അല്ലേ? മൂടി പഴച്ച്. എത്ര വിശ്വാസമുള്ള ആയാലും ഒരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? ചില്ലി സോസ് ഒക്കെ കഴിച്ചു നോക്ക്, നല്ല ടേസ്റ്റ്. ചില്ലി സോസ് വേണ്ട. അമ്മയ്ക്ക് സോസ് ഒന്നും വേണ്ടേ? നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്. ഗ്യാസ് കയറിയിരുന്നു. ആ മൂസാമ്പി കഴിച്ചെന്ന് ഇതും കൊണ്ട് അത് പോട്ടെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോഴേ ഇങ്ങോട്ട് കയറിയിരിക്കട്ടെ. സീ ഫുഡ് ഫ്രൈഡ് റൈസ് കഴിച്ചിട്ടില്ലേ? ഫിഷ് ഫ്രൈഡ് റൈസ് ആദ്യമായിട്ടല്ലേ കഴിക്കുന്നത്? ടൂണ ഫ്രൈഡ് റൈസ് അന്ന് നമ്മളത് എന്ത് ചെയ്തേ? റോസ്റ്റ് ചെയ്തു. ആ, പിന്നെ സാലഡും ഉണ്ടാക്കി. ഞാൻ എന്താ എടുത്താ പറ. ചൂണ എങ്ങനെ മനസ്സിലായി? കണ്ട എനിക്ക് എരിവില്ല എന്നുള്ളതിന്റെ പരാതി ചില്ലി സോസ് കഴിച്ചു തീർന്നു. വല്ലാത്ത എരിവ് ചില്ലി സോസിന്. നൈസ്. ഞാൻ എപ്പോഴേ പറഞ്ഞല്ലേ വേണ്ട. അയ്യോ, ഈ ടൊമാറ്റോ സോസ് കഴിച്ചാലേ മാളൂ എല്ലാത്തിനും അതിന്റെ രുചിയായിരിക്കും. അപ്പൊ ഇതിന്റെ രുചി മാറൂലേ? ടൊമാറ്റോ സോസിന്റെ ഫ്ലേവർ ആയിരിക്കൂലേ? ആണ്. ഈ ബ്രോസ്റ്റഡ് ചിക്കൻ ഒക്കെ കഴിക്കുമ്പോ ടൊമാറ്റോ സോസ് മുക്കി കഴിക്കും. ആ ബ്രോസ്റ്റഡ് ചിക്കന്റെ രുചി അങ്ങ് പോകത്തില്ലേ? ടൊമാറ്റോയുടെ ടേസ്റ്റ് അല്ലേ നിക്കുള്ളൂ. ചോറ് വയ്ക്കുമ്പോൾ തോരനും കറിയും വയ്ക്കും. അപ്പൊ തോരന്റെയും കറിയുടെ ടേസ്റ്റ് കൂടുതൽ നിൽക്കുന്നത്. ഇങ്ങനെ ചോറിന്റെ ടേസ്റ്റ് അറിയാമെങ്കിൽ ചോറ് മാത്രം കഴിച്ചാൽ പോലും. ചോറ് നമ്മൾ എന്നും കഴിച്ചിട്ട് നമുക്ക് മടുക്കാത്തത് എന്തുകൊണ്ടാ? പലതരം കറികൾ നമ്മൾ ചോറിന്റെ കൂട്ടത്തിൽ കഴിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ചോറ് മടുക്കാത്തത്. അതിൽ വ്യത്യസ്തമായ കറികൾ വന്നുകൊണ്ടാണ് ചോറ് നമുക്ക് മടുക്കാണ്ടിരിക്കുന്നത്. മനസ്സിലായോ?